ഓൾ ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ മറ്റൊരു സെറ്റ് ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് വന്നിരിക്കുന്നത്. കഴിഞ്ഞ ക്ലാസ്സുകൾ കാണാത്തവരുണ്ടെങ്കിൽ ക്ലാസ്സുകൾ കാണുക. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നമുക്ക് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനില്ലതാനും. ആരുടെ വാക്കുകളാണ് ഇത്? ഇതാര് പറഞ്ഞ വാക്കുകളാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള വിഭവങ്ങളുണ്ട്. എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റുവാനുള്ളതില്ല. ആരാണിത് പറഞ്ഞത്? ഓപ്ഷൻ ഡി മഹാത്മാഗാന്ധിയാണ് നമ്മുടെ ഉത്തരം. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയ ദിവസം നവംബർ 26. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ കണ്ടെത്തുക. വൈകുണ്ഠസ്വാമിയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. 1. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു. ബ്രിട്ടീഷ് ഭരണത്തെ വെണ്ണീജ ഭരണം എന്ന് വിളിച്ചു. അത് ശരിയാണ്. പ്രാചീന മലയാളം എന്ന കൃതി രചിച്ചു. അത് തെറ്റാണ്. വേല ചെയ്താൽ കൂലി കിട്ടണം എന്ന നിലപാട് വൈകുണ്ഠസ്വാമിയുടേതാണ്. ശരിയാണ്. കേരളത്തെ ഭ്രാന്താലയം എന്ന് വിശേഷിപ്പിച്ചു. അത് തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ ഏതാണ്? ശ്രീനാരായണ ഗുരു അവസാനം നടത്തിയ പ്രതിഷ്ഠ ഓപ്ഷൻ ഡി ആണ്, കളവൻകോട്. അടുത്ത ക്വസ്റ്റ്യൻ, പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവനുമായി ബന്ധപ്പെട്ട് ശരിയായ പ്രസ്താവന കണ്ടെത്തുക. പൊയ്കയിൽ ശ്രീ കുമാര ഗുരുദേവൻ 1-ാം ലോക മഹായുദ്ധകാലത്ത് യുദ്ധവിരുദ്ധ ജാഥ നടത്തി. ശരിയായിട്ടുള്ള ഓപ്ഷനാണ്. സാമൂഹിക പിന്നോക്കാവസ്ഥ പരിഹരിക്കാനുള്ള മാർഗം വിദ്യാഭ്യാസമാണ് എന്ന് പറഞ്ഞു. അത് അദ്ദേഹവുമായി ബന്ധപ്പെട്ടതല്ല. പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത്. പാട്ടുകളിലൂടെയാണ് തൻ്റെ ആശയം പ്രചരിപ്പിച്ചത്. ശരിയാണ്. വില്ലുവണ്ടി യാത്ര നടത്തി. തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്. 1ഉം 3ഉം ശരി. അടുത്ത ക്വസ്റ്റ്യൻ, ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ. ആധുനിക കാലഘട്ടത്തിൽ കേരളത്തിൽ പ്രവർത്തിച്ചിരുന്ന മിഷണറി സംഘങ്ങൾ ഏതൊക്കെയായിരുന്നു? 1. ലണ്ടൻ മിഷൻ സൊസൈറ്റി. അത് ശരിയായിട്ടുള്ളതാണ്. അതുപോലെ തന്നെ സെർവൻ്റ് ഓഫ് ഇന്ത്യ സൊസൈറ്റി. തെറ്റാണ്. ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ. ശരിയാണ്. മുസ്ലിം ഐക്യസംഘം. തെറ്റാണ്. ഓപ്ഷൻ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരിയെന്നുള്ളത്. ഏതൊക്കെയായിരുന്നു? ലണ്ടൻ മിഷൻ സൊസൈറ്റി ഉണ്ടായിരുന്നു, ബാസൽ ഇവാഞ്ചലിക്കൽ മിഷൻ ഉണ്ടായിരുന്നു അല്ലേ? പിന്നെ ഏതാണ്? ഒരെണ്ണം കൂടി ഉണ്ടായിരുന്നല്ലോ, ചർച്ച് മിഷൻ സൊസൈറ്റിയും ഉണ്ടായിരുന്നു. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, കേരളത്തിലെ നവോത്ഥാന നായകരും അവർ സ്ഥാപിച്ച പ്രസ്ഥാനങ്ങളും സംബന്ധിച്ച് ശരിയായ ജോഡി കണ്ടെത്തുക. കേരളത്തിലെ നവോത്ഥാന നായകന്മാരും അവരുടെ പ്രസ്ഥാനങ്ങളും. നോക്കിക്കേ, വക്കം അബ്ദുൽ ഖാദർ മൗലവി ഏതാണ്? കേരള മുസ്ലിം ഐക്യസംഘം വക്കം അബ്ദുൽ ഖാദർ മൗലവിയുമായി ബന്ധപ്പെട്ടതാണ്. അടുത്തതാണ് അയ്യങ്കാളി. അയ്യങ്കാളിയുമായി ബന്ധപ്പെട്ടതാണ് ഏത്? സാധുജന പരിപാലന യോഗം. വൈകുണ്ഠസ്വാമികൾ സമത്വ സമാജം. ശ്രീനാരായണ ഗുരു ശ്രീനാരായണ ധർമ്മ പരിപാലന യോഗം. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം. 1 ഡി, 2 സി, 3 എ, 4 ബി എന്നുള്ളത്. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം. 1940 ജൂലൈ 31 ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരവുമായുള്ള ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി. എന്താണ്? ഉദ്ധം സിംഗിനെ വധശിക്ഷയ്ക്ക് വിധേയനാക്കി എന്നുള്ളതാണ് അവിടെ ശരിയായിട്ടുള്ള ഉത്തരം വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ലഭ്യമാകുന്ന മേഖല. ഏറ്റവും കൂടുതൽ തൊഴിലവസരങ്ങൾ ഉള്ള മേഖല ഏതാണ്? അത് ഓപ്ഷൻ സി, പ്രാഥമിക മേഖലയാണ്. അടുത്ത ക്വസ്റ്റ്യൻ, 2011-12 സാമ്പത്തിക സർവേ പ്രകാരം ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം. ഇന്ത്യയിൽ ഏറ്റവും കുറവ് ദാരിദ്ര്യമുള്ള സംസ്ഥാനം ഏതാണ്? അത് ഓപ്ഷൻ ഡി ആണ്, ഹിമാചൽ പ്രദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ശരിയായ ജോഡി കണ്ടെത്തുക. പഞ്ചവത്സര പദ്ധതിയുടെ ലക്ഷ്യങ്ങളിൽ ശരിയായ ജോഡിയാണ് ചോദിച്ചിരിക്കുന്നത്.
ഒന്നാം പഞ്ചവത്സര പദ്ധതി എന്താണ്? കാർഷിക മേഖലയ്ക്കാണല്ലേ വളരെയധികം ഇമ്പോർട്ടൻ്റ് കൊടുത്തത്. 1 കാർഷിക മേഖലയുടെ സമഗ്ര വികസനം. ഇനി രണ്ടാം പഞ്ചവത്സര പദ്ധതിയോ? അത് വ്യാവസായിക വികസനമായിരുന്നു. 2 വ്യാവസായിക വികസനം. മൂന്നാം പഞ്ചവത്സര പദ്ധതിയാണെങ്കിലോ ഭക്ഷ്യ സ്വയം പര്യാപ്തത. ഇനി നാലാം പഞ്ചവത്സര പദ്ധതി സ്വാശ്രയത്വം. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് 1 ബി, 2 സി, 3 ഡി, 4 എ. ഓപ്ഷൻ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, മാനവ വികസന സൂചികയുമായി ബന്ധപ്പെട്ട ശരിയായ വിവരങ്ങൾ കണ്ടെത്തുക. ശരിയായ വിവരങ്ങളാണ് ചോദിച്ചിരിക്കുന്നത് കേട്ടോ. എന്താണ്? UNDP ആണ് ഇത് തയ്യാറാക്കുന്നത്. ശരിയാണ്. മാനവ വികസന സൂചിക തയ്യാറാക്കുന്നത് UNDP ആണ്. സാംസ്കാരിക വൈവിധ്യമുണ്ടോ? ഇല്ല, തെറ്റാണ്. ആയുർദൈർഘ്യം ശരിയാണ്. അഴിമതിരഹിത ഭരണം അതും തെറ്റാണ്. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് ഓപ്ഷൻ സി ആണ്, 1ഉം 3ഉം. കേരളത്തിൽ നിന്നും ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരം ആരാണ്? കേരളത്തിൽ നിന്നും ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ താരമാണ് ഓപ്ഷൻ സി, മിന്നു മണി. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ. ബ്രിട്ടീഷ് ഭരണകാലത്ത് വടക്ക് പടിഞ്ഞാറൻ ഇന്ത്യയിൽ നടപ്പിലാക്കിയ നികുതി വ്യവസ്ഥ ഏതാണ്? ഓപ്ഷൻ സി, മഹൽവാരി വ്യവസ്ഥ. അടുത്ത ക്വസ്റ്റ്യൻ, ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക. ബ്രിട്ടീഷ് ഭരണത്തിൽ കൂടുതൽ വില ലഭിക്കുന്ന കാർഷിക വിളകളും അത് കൂടുതലായി കൃഷി ചെയ്തിരുന്ന ഇന്ത്യൻ പ്രദേശങ്ങളും കണ്ടെത്തുക. നോക്കാം നമുക്ക്. കരിമ്പ് എവിടെയാണ്? ഉത്തർപ്രദേശിലാണ് കരിമ്പ് കൂടുതലായിട്ട് കൃഷി ചെയ്തിരുന്നത്. അടുത്തത് തേയില എവിടെയായിരുന്നു? അസ്സാമിലാണ് തേയില കൂടുതലായി കൃഷി ചെയ്തിരുന്നത്. ചണം ബംഗാൾ, ഗോതമ്പ് പഞ്ചാബ്. അപ്പം നമ്മുടെ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ സി, ബി ആണ്. 1 സി, 2 ഡി, 3 ബി, 4 എ. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏത്? ഇന്ത്യയിലെ ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട് ചുവടെ ചേർക്കുന്ന പ്രസ്താവനകളിൽ ശരി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ സ്ഥാനാർത്ഥികളെ നാമനിർദ്ദേശം ചെയ്യുന്നു. തെറ്റാണല്ലേ. സുപ്രീം കോടതിയിലെ ജഡ്ജിമാരെ നിയമിക്കുന്നു. തെറ്റാണ്. പുതിയ രാഷ്ട്രീയ പാർട്ടികൾ രൂപീകരിക്കുന്നു. തെറ്റാണ്. വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു. ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് നമ്മുടെ ഉത്തരം. 4 മാത്രം. അടുത്ത ക്വസ്റ്റ്യൻ, ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്ത കമ്മീഷൻ ഏതാണ്? ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് ശുപാർശ ചെയ്തത് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആരാണ്? നാട്ടുരാജ്യങ്ങളുടെ സംയോജനത്തിൽ നേതൃത്വം വഹിച്ചത് ആരാണ്? ഓപ്ഷൻ ഡി ആണ്, സർദാർ വല്ലഭായി പട്ടേൽ. അടുത്ത ക്വസ്റ്റ്യൻ, സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യ ഏത് രാജ്യത്ത് നിന്നാണ് പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത്? ഇന്ത്യ പഞ്ചവത്സര പദ്ധതി എന്ന ആശയം സ്വീകരിച്ചത് ഓപ്ഷൻ ഡി ആണ്, സോവിയറ്റ് യൂണിയൻ. ഓപ്പറേഷൻ ഫ്ലഡ് ഏതുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്പറേഷൻ ഫ്ലഡ് എന്തുമായി ബന്ധപ്പെട്ടതാണ്? ഓപ്ഷൻ ബി ആണ്, ധവള വിപ്ലവം. അടുത്ത ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിട്ടുള്ളവയിൽ മൗലികാവകാശം അല്ലാത്തത് ഏത്? മൗലികാവകാശം അല്ലാത്തത് എ സമത്വാവകാശം മൗലികാവകാശമാണ്. ബി സ്വാതന്ത്ര്യാവകാശം മൗലികാവകാശമാണ്. സി സാംസ്കാരികവും വിദ്യാഭ്യാസ അവകാശങ്ങൾ. ശരിയാണ്. ഇവിടെ സ്വത്തവകാശം മൗലികാവകാശങ്ങൾ അല്ല. സ്വത്തവകാശം മൗലികാവകാശമായിരുന്നു. നമ്മൾ 44ാം ഭേദഗതിയിലൂടെ അതിനെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും നിയമാവകാശമാക്കി. ഇപ്പോൾ സ്വത്തവകാശം ഒരു മൗലികാവകാശമല്ല. അടുത്ത ക്വസ്റ്റ്യൻ, 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏതാണ്? 2002 86ാം ഭരണഘടനാ ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയ മൗലിക കർത്തവ്യം ഏതാണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളെ വിദ്യാലയത്തിൽ അയക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ്. ഓപ്ഷൻ ഒന്നാമത്തേതാണ്. സോ സി ആണ് നമ്മുടെ ഉത്തരം. അടുത്ത ക്വസ്റ്റ്യൻ, ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആരായിരുന്നു? ഭരണഘടനാ നിർമ്മാണ സഭയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാൻ ആയിരുന്നു ഡോക്ടർ BR അംബേദ്കർ. ഓപ്ഷൻ സി. അടുത്തത്, ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ആരിൽ നിക്ഷിപ്തമാണ്? ഇന്ത്യൻ ഭരണഘടന ഭേദഗതി ചെയ്യാനുള്ള അധികാരം ഓപ്ഷൻ എ, പാർലമെൻറ്റ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയ
ആരാണ്? ഇന്ത്യൻ ഭരണഘടന എഴുതി തയ്യാറാക്കിയത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ ഡോക്ടർ BR അംബേദ്കർ, ഭരണഘടനാ നിർമ്മാണ സഭ, ഡോക്ടർ രാജേന്ദ്ര പ്രസാദ്, മൗലാന അബ്ദുൽ കലാം ആസാദ്. ഇവരിൽ ആരാണ്? ഓപ്ഷൻ ബി ആണ് നമ്മുടെ ഉത്തരം, ഭരണഘടനാ നിർമ്മാണ സഭ. കേരളത്തിലെ ഏത് ജില്ലയിലാണ് സമുദ്രവുമായോ മറ്റു സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? കേരളത്തിലെ ഏത് ജില്ലയാണ് സമുദ്രമായോ മറ്റു സംസ്ഥാനങ്ങളുമായോ അതിർത്തി പങ്കിടാത്തത്? ഓപ്ഷൻ എ കോട്ടയം. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിൽ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ആരാണ്? ഇന്ത്യയിൽ റബ്ബർ കൃഷിയുടെ പിതാവ് എന്നറിയപ്പെടുന്നത് ജോൺ ജോസഫ് മർഫി. ഓപ്ഷൻ ബി. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത്? കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? ശാസ്താംകോട്ട കായൽ. ഓപ്ഷൻ സി, കൊല്ലം. അടുത്ത ക്വസ്റ്റ്യൻ, കൊല്ലം മുതൽ കോട്ടപ്പുറം വരെയുള്ള ദേശീയ ജലപാത ഏതാണ്? കൊല്ലം കോട്ടപ്പുറം ദേശീയ ജലപാത NW3 ആണ് കേട്ടോ. ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷാംശ രേഖ. ഇന്ത്യയിലൂടെ കടന്നു പോകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട അക്ഷാംശ രേഖയാണ് എ ഉത്തരായന രേഖ. സിംഹവാലൻ കുരങ്ങുകൾക്ക് പേര് കേട്ട ദേശീയോദ്യാനം. സിംഹവാലൻ കുരങ്ങുകൾക്ക് പേര് കേട്ട ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. അടുത്ത ക്വസ്റ്റ്യൻ, അതിരപ്പള്ളി വെള്ളച്ചാട്ടം ഏത് ജലാശയത്തിൽ സ്ഥിതി ചെയ്യുന്നു? അതിരപ്പള്ളി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്ന ജലാശയം ഏതാണ്? ഓപ്ഷൻ ഡി, ചാലക്കുടി പുഴ. കേരളത്തിൽ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതി ഏതാണ്? കേരളത്തിലെ രണ്ടാമത്തെ വലിയ ജലവൈദ്യുത പദ്ധതിയാണ് ഓപ്ഷൻ സി, ശബരിഗിരി. ഏത് രാജ്യമാണ് ഇന്ത്യയുമായി ഏറ്റവും അധികം കര അതിർത്തി പങ്കിടുന്നത്? ഇന്ത്യയുമായി ഏറ്റവും കൂടുതൽ കര അതിർത്തി പങ്കിടുന്ന രാജ്യം? ഓപ്ഷൻ ഡി, ബംഗ്ലാദേശ്. അടുത്ത ക്വസ്റ്റ്യൻ, ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനം ഏതാണ്? ഉത്തരമഹാസമതലത്തിൽ പ്രധാനമായും കാണപ്പെടുന്ന മണ്ണിനമാണ് ഓപ്ഷൻ ബി, എക്കൽ മണ്ണ്. പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? പശ്ചിമഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് ഓപ്ഷൻ ഡി, ആനമുടി. അടുത്ത ക്വസ്റ്റ്യൻ, ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏതാണ്? ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന കടലിടുക്ക് ഏതാണ്? ഓപ്ഷൻ എ ആണ്, പാക് കടലിടുക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഹിമാലയൻ നദി അല്ലാത്തത് ഏത്? ഹിമാലയൻ നദി അല്ലാത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അത് ഓപ്ഷൻ എ, കൃഷ്ണ നദിയാണ്. കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? കേരളത്തിലെ ഏറ്റവും വിസ്തീർണം കുറഞ്ഞ ഗ്രാമപഞ്ചായത്ത് ഏതാണ്? ഓപ്ഷൻ ഡി, വളപട്ടണം. അടുത്ത ക്വസ്റ്റ്യൻ, നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഏത് കായലിലാണ്? ഓപ്ഷൻ എ ആണ്, പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് ഓപ്ഷൻ എ, പുന്നമടക്കായൽ. ജലത്തിലൂടെ പകരുന്ന ഒരു രോഗമാണ് ഓപ്ഷൻ എ, കോളറ. അടുത്തത്, പല്ലിലെ ഇനാമലിന് നാശം ഉണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? പല്ലിലെ ഇനാമലിന് നാശമുണ്ടാക്കുന്ന ഏത് ആസിഡാണ് ബാക്ടീരിയ വായിൽ നിർമ്മിക്കുന്നത്? ഓപ്ഷൻ സി, ലാക്റ്റിക് ആസിഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ഇതിൽ സാംക്രമിക രോഗം അല്ലാത്തത് ഏത്? സാംക്രമിക രോഗം അല്ലാത്തത് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി, ക്യാൻസർ ആണ് സാംക്രമിക രോഗം അല്ലാത്തത്. ടൈഫോയിഡ്, മന്ത്, എയ്ഡ്സ് ഒക്കെ സാംക്രമിക രോഗമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ECGയുടെ പൂർണ്ണരൂപമാണ് ഓപ്ഷൻ എ, ഇലക്ട്രോകാർഡിയോഗ്രാം ആണ് കേട്ടോ. ECG, ഇലക്ട്രോകാർഡിയോഗ്രാം. അടുത്ത ക്വസ്റ്റ്യൻ, പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് കണ്ടെത്തുക. പോഷണ പ്രക്രിയയിലെ വിവിധ ഘട്ടങ്ങളുടെ ശരിയായ ഫ്ലോ ചാർട്ട് എന്താണ്? ആഹാര സ്വീകരണം, ദഹനം, ആഗിരണം, സ്വാംശീകരണം. ഓക്കെ, കൂട്ടത്തിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. പാൻക്രിയാസുമായി ബന്ധപ്പെട്ടാണ് തന്നിരിക്കുന്നത്. ഇതിൽ ശരിയായതാണ് ചോദിച്ചിരിക്കുന്നത്. ശരി ഓപ്ഷൻ സി ആണ്. പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയും അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. പാൻക്രിയാസ് ഒരു ദഹനഗ്രന്ഥിയുമാണ്, അന്തസ്രാവി ഗ്രന്ഥിയുമാണ്. അടുത്ത ക്വസ്റ്റ്യൻ, ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഒപ്പിയം വേർതിരിച്ചെടുക്കുന്നത്? ഏത് ചെടിയുടെ കറയിൽ നിന്നാണ് ഒപ്പിയം വേർതിരിച്ചെടുക്കുന്നത് എന്ന് ചോദിച്ചാൽ ഓപ്ഷൻ സി ആണ്, പോപ്പി ചെടി. പുകവലിയിലൂടെ ഉണ്ടാകുന്ന ഒരു രോഗമാണ് ഓപ്ഷൻ ബി, എംഫിസിമ. അടുത്ത ക്വസ്റ്റ്യൻ, വൈറ്റമിൻസും അതിൻ്റെ കുറവ് മൂലമുണ്ടാകുന്ന രോഗങ്ങളൊക്കെയാണ് തന്നിരിക്കുന്നത്. വൈറ്റമിൻ എ എന്താണ്? നിശാന്തതയാണ് അല്ലേ? വൈറ്റമിൻ എ നിശാന്തത. ഓപ്ഷൻ 1 വരുന്നത് 3 ആണ്. വൈറ്റമിൻ എ നിശാന്തത. വൈറ്റമിൻ ബി ആണെങ്കിലോ ബി ബെറി അല്ലേ? ബി ബെറി. സി
സ്കർവി. സി എന്താണ്? സ്കർവി. വൈറ്റമിൻ ഡി റിക്കറ്റ്സ് അല്ലെങ്കിൽ കണരോഗം. രക്തം കട്ട പിടിക്കാൻ ഏതാണ്? രക്തം കട്ട പിടിക്കാൻ കെ ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ ഉത്തരം വരുന്നത് സി ആണ്. 1 3 2 1 3 2 4 5. അടുത്ത ക്വസ്റ്റ്യൻ. ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണ്? ശരീരത്തിലെ രോഗപ്രതിരോധ സംവിധാനം ഒരുക്കുന്ന രക്തകോശങ്ങൾ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ ബി ആണ് ശ്വേതരക്താണുക്കൾ. ഇന്ന് നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്യുന്നത്. 50 ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ സീരീസിലൂടെ നമുക്ക് വീണ്ടും കാണാം. ഇന്നത്തെ ക്വസ്റ്റ്യൻസ് എല്ലാവരും പഠിക്കുക. നിങ്ങൾ പലതവണ ക്ലാസ് കേട്ടാൽ മതി കേട്ടോ. ഇരുന്നൊന്നും പഠിക്കേണ്ട. ഇത് പലതവണ കേട്ടാൽ നമുക്ക് അതിൻ്റെ ആൻസേഴ്സ് നമുക്ക് കാണുമ്പോൾ തന്നെ ഓപ്ഷനിൽ നിന്നും തിരഞ്ഞെടുത്ത് എഴുതാൻ സാധിക്കും. എല്ലാവരും പഠിക്കുക. നമ്മുടെ ലക്ഷ്യത്തിലേക്ക് എത്താൻ നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. താങ്ക് യു ഓൾ. ഹാവ് എ നൈസ് ഡേ.